നമുക്ക് ഇന്നുള്ളത് എന്താ നാഷണൽ നിരവധി വാർത്തകളുണ്ട്. പ്രധാനപ്പെട്ടത് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ്. കാരണം ഇനി ജമ്മു കാശ്മീരും ഒപ്പം തന്നെ ഹരിയാനയും തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്. ഹരിയാനയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം ഹരിയാനയിൽ BJPയും കോൺഗ്രസിനും ഒക്കെ വളരെ നിർണായകമാണ്. അതിൽ BJPയെ സംബന്ധിച്ച് വളരെ തിരിച്ചടി നേരിടുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഈ ഒരു സമയത്ത്. കാരണം ഈ സ്ഥാനാർത്ഥി പട്ടിക, ആദ്യഘട്ടത്തിലെ സ്ഥാനാർത്ഥി പട്ടിക കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത്. ഏകദേശം 67 പേരുടെ സ്ഥാനാർത്ഥി നിശ്ചയിച്ചുകൊണ്ടുള്ള പട്ടികയാണ് പുറത്തിറക്കിയത്. കാരണം പ്രധാനമന്ത്രി തന്നെ നേരിട്ട് ഈ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടുള്ള ഒരു സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളൊക്കെ നേരത്തെ നടന്നിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് 67 പേരുടെ പട്ടിക ആദ്യം തന്നെ ഇറക്കുന്നത്. പക്ഷേ അതിൽ തന്നെ വലിയ അതൃപ്തി ഉണ്ടായിരുന്നു. അതിൽ നിലവിലെ മന്ത്രി ചൗട്ടാല അടക്കം ഹൃദയ മണ്ഡലത്തിലെ ചൗട്ടാല നിലവിലെ മന്ത്രിയാണ്. അദ്ദേഹം ഉൾപ്പെടെ രാജിവെച്ച് സ്വതന്ത്രനായിട്ട് മത്സരിക്കാൻ പോവുകയാണ് എന്നുള്ളതാണ്. ഒപ്പം തന്നെ കൂടുതൽ നേതാക്കൾ, അദ്ദേഹത്തോടൊപ്പം മറ്റു മുതിർന്ന നേതാക്കളൊക്കെ തന്നെ BJP വിട്ടിട്ടുണ്ട്. ഇതിനോടകം തന്നെ മറ്റു കൂടുതൽ ആളുകളും നിലവിൽ ഈ ഒരു സാഹചര്യം, അതായത് BJPയെ വെട്ടിലാക്കിക്കൊണ്ട് പാർട്ടി വിടുന്നു, അല്ലെങ്കിൽ സ്വതന്ത്രമായിട്ട് മത്സരിക്കുമെന്ന് പറയുന്നു, അതല്ലെങ്കിൽ കോൺഗ്രസിലേക്ക് ചേർന്നു എന്നുള്ള അടക്കമുള്ള പ്രധാനപ്പെട്ട വാർത്തകളുണ്ട്. അതുമായി ബന്ധപ്പെട്ടാണ് BJP ഇന്ന് സുപ്രധാനമായ യോഗം അവിടെ ചേരുന്നുണ്ട്. കാരണം പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം നിർദ്ദേശം നൽകിയിരുന്നു, ഈ അഭിപ്രായ വ്യത്യാസമുള്ള അല്ലെങ്കിൽ ഈ അതൃപ്തി അറിയിച്ചിട്ടുള്ള നേതാക്കളെയൊക്കെ അവിടുത്തെ സംസ്ഥാന നേതാക്കൾ കാണണം, അതിനു പുറമെ കേന്ദ്ര നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്താനുള്ള ഒരു അവസരം ഒരുക്കണം എന്നുള്ള ഒരു നിർദ്ദേശം പ്രധാനമന്ത്രി തന്നെ നൽകിയിരുന്നു. കാരണം അദ്ദേഹം ദ്വിരാഷ്ട്ര പര്യടനത്തിനായി അദ്ദേഹം സിംഗപ്പൂരും ഒപ്പം തന്നെ ബ്രൂണയിലും ഒക്കെ പോയതിനു ശേഷം ഇന്നലെ വൈകിട്ടോടു കൂടിയാണ് അദ്ദേഹം തിരികെ ഇന്ത്യയിലേക്ക് എത്തിയത്. എന്തായാലും ഇനി അങ്ങോട്ടുള്ള കാലമൊക്കെ ഈ തെരഞ്ഞെടുപ്പിന്റെ കാലമാണ്. ഒപ്പം തന്നെ ജമ്മു കാശ്മീരിലെ തെരഞ്ഞെടുപ്പ്, ജമ്മു കാശ്മീരിൽ ഇന്ന് അമിത്ഷാ ഉണ്ട്. ഇന്ന് നാളെയുമായി അമിത്ഷാ പ്രചരണങ്ങൾക്ക് തുടക്കമിടാൻ വേണ്ടിയാണ് എത്തിയിരിക്കുന്നത്. വൈകിട്ട് 3 മണിക്കൊരു പ്രധാനപ്പെട്ട ചടങ്ങുണ്ട്. അവരുടെ പ്രകടന പത്രിക, BJPയുടെ പ്രകടന പത്രിക, ജമ്മു കാശ്മീരിലെ ജനങ്ങൾക്കായി എന്താണ് അവർ കരുതി വെച്ചിരിക്കുന്നത്, അവർക്കൊപ്പം നിന്നാൽ എന്ത് നൽകുമെന്നടക്കമുള്ള കാര്യങ്ങൾ ആകാംക്ഷയോടെ ഉറ്റുനോക്കിയാണ് അവിടുത്തെ ജനങ്ങൾ. കാരണം ആർട്ടിക്കിൾ 370 ഒക്കെ അത് പിൻവലിച്ചതിന് ശേഷമുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. 10 വർഷത്തിന് ശേഷമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് അവിടെ നടക്കുന്നത് എന്ന പ്രത്യേകത കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഏവരും ഉറ്റുനോക്കുന്നത് ഇത്തവണ എങ്ങനെ ജമ്മു കാശ്മീർ ആര് പിടിക്കും എന്നുള്ളതാണ്. അതിൽ കച്ചകെട്ടി കോൺഗ്രസുമുണ്ട്. കോൺഗ്രസിനൊപ്പമാണ് അവിടുത്തെ നാഷണൽ കോൺഫറൻസ് പാർട്ടി ഉള്ളത്. നാഷണൽ കോൺഫറൻസ് പാർട്ടിക്കാണ് അവിടെ കൂടുതൽ മേൽക്കുള്ളത് എന്ന് നേരത്തെ ചില റിപ്പോർട്ടുകളുണ്ട്. എങ്കിൽ പോലും തന്നെ നമ്മൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ആ ഒരു പ്രകടനം കാണണം. BJPക്ക് അവിടെ ഒരു സീറ്റ് നേടാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. BJPയുടെ സഖ്യത്തിലുണ്ടായിരുന്ന അവർക്ക് സീറ്റ് നേടാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ BJPയും ഇവിടെ കരുതലോടുകൂടി തന്നെയാണ് പോകുന്നത്. താരപ്രചാരകരുടെ ഒരു വലിയ നിര, അതിന് ചുക്കാൻ പിടിക്കുന്നത് പ്രധാനമന്ത്രി തന്നെയാണ്. പ്രധാനമന്ത്രി 3 റാലികളിൽ പങ്കെടുക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. പക്ഷേ എവിടേക്കാണ് എന്നുള്ള കാര്യം ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. കാരണം സുരക്ഷാ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവിടെ 3 ഘട്ടങ്ങളായി ഈ രണ്ടിടത്തും ഈ ജമ്മു കാശ്മീരിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. ഹരിയാനയിൽ ഇനി തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഒരു ഘട്ടമായിട്ടാണ്. അത് അടുത്ത മാസം ഒക്ടോബർ 5-നാണ് ആ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അവിടെ ഈ വൈഷ്ണവ ആഘോഷവുമായി ബന്ധപ്പെട്ടൊക്കെ തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കേണ്ട ഒരു സ്ഥിതിവിശേഷമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ BJPയെ സംബന്ധിച്ചും കോൺഗ്രസിനെ സംബന്ധിച്ചും വലിയ മുന്നേറ്റം നടത്താൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട 2 തെരഞ്ഞെടുപ്പാണ്. അതേസമയം നമ്മൾ മഹാരാഷ്ട്രയിലേക്ക് വരുമ്പോൾ, മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് ഇതുവരെയും പ്രഖ്യാപിച്ചിട്ടില്ല. സാധാരണഗതിയിൽ ഈ ഹരിയാന തെരഞ്ഞെടുപ്പിനൊക്കെ ഒപ്പമായിരുന്നു ഈ ഒരു തെരഞ്ഞെടുപ്പ് നടക്കാറുള്ളത്. പക്ഷേ ഇത്തവണ അവിടുത്തെ ചില മഴക്കെടുതികളുമായി ബന്ധപ്പെട്ട് വലിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഒപ്പം തന്നെ അവിടുത്തെ ചില ആഘോഷങ്ങളുണ്ട്. ക്ഷമിക്കണം, അതായത് ഈ ദീപാവലിയുമായി ബന്ധപ്പെട്ടുള്ള അതിനും തുടക്കം കുറിക്കുന്നതിന് വേണ്ടിയുള്ള ചില ആഘോഷങ്ങൾ മഹാരാഷ്ട്രയിൽ കാലാകാലങ്ങളായി നടക്കുന്നുണ്ട്. ആ സമയത്താണ് ഈ തെരഞ്ഞെടുപ്പ് ഉള്ളത് കൊണ്ട് തന്നെ ഇത്തവണ കുറച്ചുകൂടെ വൈകി ഈ ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് എത്തിയതെന്നാണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുകയും ചെയ്തത്. അവിടെ ഫട്നാവിസിനെ വിശ്വസ്തരായിട്ടുള്ള ആളുകളൊക്കെ പാർട്ടി വിടുന്ന ഒരു സാഹചര്യമുണ്ട്. അത് വലിയ രീതിയിൽ BJPയെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനേറ്റ തിരിച്ചടി, മഹാരാഷ്ട്രയിൽ വലിയ തിരിച്ചടിയായിരുന്നു ഈ ഏക്നാഥ് ഷിൻഡെ പക്ഷത്തൊപ്പം നിന്നുകൊണ്ട് BJPക്ക് നേരിടേണ്ടി വന്നത്. NCP വീണ്ടും കൂടുതൽ കരുത്താർജിക്കുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ കാണുകയും ചെയ്തതാണ്. വീണ്ടും ഈ പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് പോകുന്ന മുതിർന്ന BJP നേതാക്കൾ NCPയിലേക്ക് ചേക്കേറുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഒപ്പം തന്നെ അജിത് പവാർ പക്ഷം ആ ഒരു പിടി അയയുന്നു എന്നുള്ളത് കൂടി വാർത്തകൾ ഈ ഒരു ഘട്ടത്തിൽ വരികയും മഹാരാഷ്ട്രയിലും ഹരിയാനയിലും BJPക്ക് ആശങ്കയുടെ കാലമാണ്. സുഖകരമല്ല. പഴയ ഒരു BJPയുടെ കരുത്തൊന്നും ഈ പല സംസ്ഥാനങ്ങളിലും ഇല്ല എന്നുള്ളതാണ്. മിഥുനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഈ 3 സംസ്ഥാനങ്ങൾ ഈ 3 സംസ്ഥാനങ്ങൾ മാത്രമാണ്. മറ്റ് ദേശീയ വാർത്തകളുണ്ട്. അത് വരും മണിക്കൂറുകളിൽ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. തീർച്ചയായും. താങ്ക് യു മിഥുൻ.